ഹിമാലയത്തിലെ മരവിപ്പിക്കുന്ന തണുപ്പിൽ ഗാൽവൻ താഴ്വരയിലെ കൂറ്റൻ മലനിരകൾക്കിടയിൽ ചൈനീസ് പട്ടാളത്തിന്റെ കടന്നുകയറ്റം. മറുവശത്ത് കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ നടത്തുന്ന തുടർച്ചയായ വെടിനിർത്തൽ കരാർ ലംഘനങ്ങളും ഭീകരവാദികളുടെ കടത്തിവിടലും. ഭാരതത്തിന്റെ കിഴക്കും പടിഞ്ഞാറും അതിർത്തികൾ ഒരേ സമയം അശാന്തമാകുന്ന ഒരു സാഹചര്യം. ഒരു നൂറ്റാണ്ടിന്റെ പകുതിയിലധികമായി നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു ട്രൂ ഫ്രണ്ട് വാർ അഥവാ രണ്ടു മുന്നണികളിലെ യുദ്ധം. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ ഭാരതം സജ്ജമായി ഇരിക്കുന്ന അതീവ രഹസ്യവും മാരകവുമായ ആ യുദ്ധതന്ത്രം എന്തായിരിക്കും? ശത്രുവിന്റെ മണ്ണിൽ കയറി അവരുടെ കമാൻഡ് സെന്ററുകളും ആയുധപുരകളും നിമിഷ നേരങ്ങൾക്കുള്ളിൽ തകർത്തെറിയുന്ന കരവ്യോമ നാവിക സേനകളുടെ ഏകോപിപ്പിച്ചുള്ള ആ അതിവേഗ ആക്രമണം, അതാണ് ഓപ്പറേഷൻ പ്രഹർ. ഇത് വെറും ഒരു സൈനിക അഭ്യാസമല്ല, മറിച്ച് 2026 പുതിയ ഭാരതത്തിന്റെ പ്രഖ്യാപിത പ്രതിരോധ നയമാണ്. ആക്രമണമാണ് ഏറ്റവും മികച്ച പ്രതിരോധം എന്ന തത്വം. എന്തുകൊണ്ടാണ് ഭാരതത്തിന് ഇങ്ങനെയൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നത്? പാകിസ്ഥാനുമായുള്ള തീരാപകയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? ഇതിനിടയിൽ ചൈന എങ്ങനെയാണ് കടന്നു വന്നത്? ഓപ്പറേഷൻ പ്രഹർ എന്ന ഈ മഹാമാരി ശത്രു രാജ്യങ്ങളെ എങ്ങനെയാണ് ഭയപ്പെടുത്തുന്നത്? ചരിത്രത്തിന്റെയും വർത്തമാനത്തിന്റെയും അതീവ നിർണായകമായ ആ വിവരങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. വെൽക്കം ബാക്ക് ടു ഫ്രീ ഷെയ്ഡ് സ്റ്റോറീസ്. ഓപ്പറേഷൻ പ്രഹർ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഭാരതം നേരിടുന്ന ഭീഷണികളുടെ ആഴം മനസ്സിലാക്കണം. അത് തുടങ്ങുന്നത് 1947 വിഭജന കാലത്താണ്. ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുതയ്ക്ക് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, വിഭജനത്തിന്റെ മുറിവുകൾ. മത അടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ വർഗീയ ലഹളകളും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മരണവും ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയൊരു അവിശ്വാസമുണ്ടായി. 2, കാശ്മീർ പ്രശ്നം. വിഭജന സമയത്ത് കാശ്മീർ രാജാവായിരുന്ന ഹരിസിംഗ് ഭാരതത്തിനൊപ്പം ചേരാൻ തീരുമാനിച്ചെങ്കിലും പാകിസ്ഥാൻ അത് അംഗീകരിച്ചില്ല. അവർ കാശ്മീരിലേക്ക് പട്ടാളത്തെ അയക്കുകയും വലിയൊരു ഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തു. ആ ഭാഗമാണ് ഇന്ന് പാക് അധീന കാശ്മീർ എന്ന് വിളിക്കുന്നത്. കാശ്മീർ പൂർണ്ണമായും ഭാരതത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ വാദിക്കുമ്പോൾ അത് തങ്ങളുടേതാണെന്ന് പാകിസ്ഥാൻ പറയുന്നു. 3, ജലതർക്കം. സിന്ധു നദീജല കരാർ നിലവിലുണ്ടെങ്കിലും നദികളിലെ വെള്ളം പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ തർക്കങ്ങൾ മൂലം 1947, 48, 1965, 1971 വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ യുദ്ധങ്ങൾ നടന്നു. എല്ലാ യുദ്ധങ്ങളിലും പാകിസ്ഥാൻ ദയനീയമായി പരാജയപ്പെട്ടു. പ്രത്യേകിച്ച് 1971 യുദ്ധത്തിൽ കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് എന്ന പുതിയൊരു രാജ്യമാക്കി മാറ്റാൻ ഭാരതത്തിന് കഴിഞ്ഞു. 90,000-ലധികം പാക് സൈനികരാണ് അന്ന് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങിയത്. നേരിട്ടുള്ള യുദ്ധത്തിൽ ഭാരതത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ 80-കൾക്ക് ശേഷം പ്രോക്സി വാർ അഥവാ നിഴൽ യുദ്ധം എന്ന തന്ത്രത്തിലേക്ക് മാറി. ഭീകര സംഘടനകളെ വളർത്തി ഭാരതത്തിലേക്ക് അയക്കുകയും കാശ്മീരിലും മറ്റു നഗരങ്ങളിലും അസ്ഥിരതയുണ്ടാക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഈ തന്ത്രം. 1999 കാർഗിൽ യുദ്ധം ഈ നിഴൽ യുദ്ധത്തിന്റെ മറ്റൊരു മുഖമായിരുന്നു. ഇതിനിടയിലാണ് ഭാരതത്തിന്റെ കിഴക്കൻ അതിർത്തിയിൽ ചൈന എന്ന ഭീമൻ ശക്തി ഉയർന്നു വരുന്നത്. ഭാരതവും ചൈനയും തമ്മിലുള്ള ശത്രുതയ്ക്ക് പ്രധാന കാരണം അതിർത്തി തർക്കമാണ്. 1962 യുദ്ധത്തിൽ ഭാരതത്തിന് വലിയൊരു പ്രദേശം ചൈനയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. അരുണാചൽ പ്രദേശ് തങ്ങളുടേതാണെന്ന് ചൈന വാദിക്കുന്നു. ലഡാക്കിലെ അക്സായി ചിൽ പ്രദേശം ചൈന കൈവശപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല, പാകിസ്ഥാനെ സാമ്പത്തികമായും സൈനികമായും സഹായിക്കുന്നതിലൂടെ ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് ചൈന പയറ്റുന്നത്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്ന വലിയ പദ്ധതി പാക് അധീന കാശ്മീരിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത് ഭാരതത്തിന്റെ പരമാധികാരത്തിന് വലിയൊരു ഭീഷണിയാണ്. പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം ചൈന വികസിപ്പിക്കുന്നത് അറബിക്കടലിൽ ഭാരതത്തെ വളയാൻ വേണ്ടിയാണ്. സ്ട്രിംഗ് ഓഫ് പേൾസ് എന്ന നയത്തിലൂടെ ഭാരതത്തിന് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ തുറമുഖങ്ങളും സൈനിക താവളങ്ങളും ഉണ്ടാക്കി ഭാരതത്തെ ഒറ്റപ്പെടുത്താനാണ് ചൈന ശ്രമിക്കുന്നത്. 2020 ഗാൽവൻ താഴ്വരയിലെ ഏറ്റുമുട്ടലാണ് ഭാരതത്തിന്റെ പ്രതിരോധ നയത്തിൽ വലിയൊരു മാറ്റം വരുത്തിയത്.
ചൈനയും പാകിസ്ഥാനും ചേർന്ന് ഒരേ സമയം ഭാരതത്തെ ആക്രമിച്ചാൽ എന്ത് ചെയ്യുമെന്ന ഗൗരവമായ ചിന്ത അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ അതിർത്തിയിൽ ശത്രുവിനെ തടഞ്ഞു നിർത്തുക എന്ന പാസീവ് ഡിഫൻസ് രീതി ഇനി നടപ്പില്ലെന്ന് ഭാരതം തിരിച്ചറിഞ്ഞു. പകരം ശത്രു ആക്രമിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവരുടെ മണ്ണിലേക്ക് അതിശക്തമായി കടന്നുകയറി അവരുടെ ആക്രമണശേഷി പൂർണ്ണമായും തകർത്തെറിയുക എന്ന പ്രോ ആക്റ്റീവ് നയം ഭാരതം സ്വീകരിച്ചു. ഈ നയത്തിന്റെ സൈനിക രൂപമാണ് ഓപ്പറേഷൻ പ്രഹർ. എന്താണ് ഓപ്പറേഷൻ പ്രഹറിന്റെ അടിസ്ഥാന തത്വം? ഇത് കരവ്യോമ നാവികസേനകളെ ഒരൊറ്റ കമാൻഡിന് കീഴിൽ കൊണ്ടുവരുന്ന തിയേറ്റർ കമാൻഡ് എന്ന സംവിധാനത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ 3 സേനകളും വെവ്വേറെയല്ല, മറിച്ച് ഒരൊറ്റ മനസ്സായാണ് പ്രവർത്തിക്കുക. ശത്രുരാജ്യം ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന രഹസ്യ വിവരം ലഭിച്ച നിമിഷം തന്നെ ഓപ്പറേഷൻ പ്രഹർ സജീവമാകും. ഇതിലെ ആദ്യഘട്ടം വ്യോമസേനയുടേതാണ്. അത്യാധുനിക റഫാൽ, സുഖോയ് യുദ്ധ വിമാനങ്ങൾ, ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും S-400 പോലുള്ള കമാൻഡ് സെന്ററുകളും റഡാറുകളും ബോംബിട്ട് തകർക്കും. ശത്രുവിനെ അന്തമില്ലാത്തവരാക്കുക എന്നതാണ് ലക്ഷ്യം. രണ്ടാം ഘട്ടത്തിൽ ഭാരതം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈലുകൾ രംഗത്തിറക്കും. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ പറക്കുന്ന ബ്രഹ്മോസ് മിസൈലുകൾ ശത്രുവിന്റെ ആയുധപ്പുരകളും എണ്ണശേഖരങ്ങളും വിമാനത്താവളങ്ങളും നിമിഷ നേരങ്ങൾക്കുള്ളിൽ ചാമ്പലാക്കും. 5000 കിലോമീറ്ററിലധികം പ്രഹരശേഷിയുള്ള അഗ്നി മിസൈലുകൾ ചൈനയുടെ ഏത് നഗരത്തെയും ലക്ഷ്യം വയ്ക്കാൻ സജ്ജമാണ്. 2026 ഭാരതം വിജയകരമായി പരീക്ഷിച്ച മിഷൻ ദിവ്യാസ്ത്രയിലെ സാങ്കേതിക വിദ്യ ഒരൊറ്റ അഗ്നി മിസൈലിലൂടെ ശത്രുരാജ്യത്തെ പല നഗരങ്ങളെ ഒരേ സമയം തകർക്കാൻ പ്രാപ്തമാണ്. മൂന്നാം ഘട്ടത്തിൽ കരസേനയുടെ ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകൾ അതിർത്തി കടന്ന് ശത്രുവിന്റെ മണ്ണിലേക്ക് ഇരച്ചുകയറും. ഈ ഗ്രൂപ്പുകളിൽ ടാങ്കുകൾ, പീരങ്കികൾ, വായുസേന വിഭാഗം, പ്രത്യേക കമാൻഡോകൾ എന്നിവ ഒരൊറ്റ യൂണിറ്റായി പ്രവർത്തിക്കും. അതിവേഗത്തിൽ ശത്രുവിന്റെ ഭൂമി പിടിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ ദൗത്യം. ചൈനയുമായുള്ള അതിർത്തിയിൽ ഹിമാലയത്തിലെ ദുർഘടമായ മലനിരകളിൽ യുദ്ധം ചെയ്യാൻ പ്രത്യേക പരിശീലനം ലഭിച്ച മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്പുകൾ ചൈനീസ് പട്ടാളത്തെ അമ്പരിപ്പിക്കാൻ സജ്ജമാണ്. ഭാരതം 2026 പൂർത്തിയാക്കിയ സെല ടണൽ പോലുള്ള തന്ത്രപ്രധാനമായ പാതകൾ എത്ര വലിയ മഞ്ഞുവീഴ്ചയിലും അതിവേഗത്തിൽ അതിർത്തിയിലേക്ക് സൈന്യത്തെയും ആയുധങ്ങളെയും എത്തിക്കാൻ ഭാരതത്തെ സഹായിക്കുന്നു. നാവികസേനയുടെ പങ്കും അതീവ നിർണായകമാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് കപ്പലുകളെയും അന്തർവാഹിനികളെയും തടയുക എന്നതും ചൈനയുടെ വ്യാപാര മാർഗമായ മലക്ക നീരൊഴുക്ക് ഉപരോധിക്കുക എന്നതും നാവികസേനയുടെ ചുമതലയാണ്. ഭാരതത്തിന്റെ വിമാനവാഹിനി കപ്പലുകളായ INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നിവ കടലിൽ ഒരു വലിയ കാവൽ മതിലായി നിൽക്കും. ആണവ അന്തർവാഹിനികളായ അരിഹന്ത് ക്ലാസ് സബ്മറീനുകൾ കടലിനടിയിൽ ഒളിഞ്ഞിരുന്ന് ശത്രുവിന് നേരെ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ സജ്ജമാണ്. ഒരു യുദ്ധമുണ്ടായാൽ ശത്രുവിന്റെ വ്യാപാരം പൂർണ്ണമായും തടസ്സപ്പെടുത്തി അവരെ സാമ്പത്തികമായി തകർക്കുക എന്നതാണ് നാവികസേനയുടെ തന്ത്രം. ഇതിനെല്ലാം പുറമെ 2026 ആധുനിക യുദ്ധമുറകളിൽ സൈബർ വാർഫെയർ അതീവ നിർണായകമാണ്. ഓപ്പറേഷൻ പ്രഹറിന്റെ ഭാഗമായി ഭാരതത്തിന്റെ സൈബർ സേന ശത്രുരാജ്യത്തിന്റെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ, വൈദ്യുതി വിതരണ ശൃംഖലകൾ, ബാങ്കിംഗ് സംവിധാനങ്ങൾ എന്നിവ ഹാക്ക് ചെയ്ത് തകർക്കും. ശത്രുരാജ്യം ഒന്നാകെ നിശ്ചലമാകുന്ന ഒരു സാഹചര്യം. ഡ്രോണുകളുടെ ഒരു വലിയ നിര തന്നെ ഭാരതം സജ്ജമാക്കിയിട്ടുണ്ട്. സ്വാൻ ഡ്രോണുകൾ അഥവാ 100 കണക്കിന് ചെറിയ ഡ്രോണുകൾ ഒന്നിച്ച് പറന്ന് ശത്രുവിന്റെ ടാങ്കുകളും ബങ്കറുകളും ആക്രമിക്കുന്നത് ശത്രു പട്ടാളത്തിന് വലിയൊരു ഭീഷണിയാണ്. ഓപ്പറേഷൻ പ്രഹർ എന്നത് ഒരു ഭീഷണിപ്പെടുത്തലല്ല, മറിച്ച് ഭാരതത്തിന്റെ അതിജീവനത്തിനുള്ള അവസാനത്തെ വഴിയാണ്. നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണെങ്കിലും നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്താൽ അതിനുള്ള മറുപടി മുൻപത്തെ പോലെ നയതന്ത്ര ചർച്ചകളായിരിക്കില്ല, മറിച്ച് ശത്രുവിന്റെ മണ്ണിൽ കയറിയുള്ള അതിശക്തമായ പ്രഹരമായിരിക്കുമെന്ന് ഭാരതം ലോകത്തോട് വിളിച്ചു പറയുന്നു. ഈ യുദ്ധതന്ത്രം പാകിസ്ഥാനെയും ചൈനയെയും ഒരുമിച്ച് നേരിടാനുള്ള ഭാരതത്തിന്റെ കരുത്തും നിശ്ചയദാർഢ്യവുമാണ്. ഇത്രയും മാരകമായ ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും സജ്ജമാകുന്നത് ഏഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിന് കാരണമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ഇതൊരു വലിയ പ്രതിരോധ മതിലായി സമാധാനം നിലനിർത്താൻ സഹായിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ യഥാർത്ഥ വിവരങ്ങൾക്കും ചരിത്ര കഥകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ വിത്ത് us.